ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ്, പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് നോക്കി. അതുപോലെ തന്നെ നമ്മൾ WH ക്വസ്റ്റ്യൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അല്ലെ. അപ്പോ ഈ ഓരോ വീഡിയോയും നിങ്ങൾ കാണുമ്പോഴും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒന്നും കൂടെ പറയുകയാണ്, പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാതെ നമ്മൾക്ക് ഒരിക്കലും മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വെറുതെ ക്ലാസ് കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കാര്യം ഉണ്ടാവില്ല. അപ്പോ ഈ ഓരോ വീഡിയോയും നിങ്ങൾ കാണുമ്പോഴും അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം വെറുതെ വിട്ടുകളയരുത്, പ്രാക്ടീസ് ചെയ്ത് തന്നെ നോക്കണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? കഴിഞ്ഞ വീഡിയോന്റെ ബാക്കിയുള്ളത് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വാട്ട് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് 3 ടെൻസിലും ചോദിക്കാം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏത് ക്വസ്റ്റ്യൻ ആണെന്ന് അറിയോ? വെൻ വെച്ചിട്ടുള്ളതാണ്. വെൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോൾ അല്ലെ? യെസ്, നമ്മൾ പലപ്പോഴും ചോദിക്കാറുള്ളതാണ്, എപ്പോഴാണ് നീ വന്നത്, എപ്പോഴാണ് നീ പോയത്, നാളെ നീ എപ്പോ വരും, അതുപോലെ ഇന്നലെ നീ എപ്പോൾ പോയി. ഇങ്ങനെ നമ്മൾ പല കാര്യങ്ങളും പല കാലങ്ങളിലും നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പോ ഇതുപോലെ ഒന്ന് ചോദിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഷോ എപ്പോഴാണ് തുടങ്ങാറ്? ഈ ഷോ സാധാരണയായിട്ട് എപ്പോ തുടങ്ങും, എപ്പോഴാണ് തുടങ്ങാറ് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ. ഇത് നമ്മൾ എങ്ങനെയാ ചോദിക്കുക? When does this show start? When does this show start? എപ്പോഴാണ് ഈ ഷോ സ്റ്റാർട്ട് ചെയ്യാറ്? എപ്പോഴാണ് ഈ ഷോ സ്റ്റാർട്ട് ചെയ്യാറ്? കാരണം അവിടെ ഡസ് ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? ഷോ എന്ന് പറഞ്ഞത് കൊണ്ടാണ്. ഷോ അത് നമ്മൾ സിംഗുലർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ നമ്മൾ ഡസ് ഉപയോഗിച്ചത്. ഇനി ഒരു എക്സാമ്പിളും കൂടെ നോക്കുക. എപ്പോഴാണ് സാധാരണയായിട്ട് ബസ് വരാറ്? എപ്പോഴാണ് ബസ് വരാറ്? അപ്പൊ നമ്മൾ അതെങ്ങനെ ചോദിക്കുക? When does the bus arrive? എപ്പോഴാണ് ബസ് വരാറുള്ളത്? എപ്പോഴാണ്, അതായത് സാധാരണയായിട്ട് നമ്മൾ എപ്പോഴാണ് ബസ് വരാറ് എന്നുള്ള അർത്ഥമാണ് ഇവിടെ ചോദിക്കുന്നത്. When does the bus arrive? അവിടെ ഡസ് നമ്മൾ ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? ബസ് എന്നുള്ളത് ഉപയോഗിച്ചത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ നീ എപ്പോഴൊക്കെയാണ് പോവാറ്? നീ എപ്പോഴൊക്കെയാണ് സാധാരണയായിട്ട്, നീ ഏത് സമയങ്ങളിലാണ് പോവാറ്, അല്ലെങ്കിൽ നീ എപ്പോഴാണ് പോവാറ്? നമ്മൾ അത് എങ്ങനെ ചോദിക്കാം? When do you go usually? When do you go usually? അത് നമ്മൾ എന്തുകൊണ്ടാണ് അവിടെ ഡു ഉപയോഗിക്കാൻ കാരണം? അത് അവിടെ യു ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ ഡു ഉപയോഗിച്ചത്. അപ്പോ അതുപോലെ തന്നെ എപ്പോഴാണ് നിന്റെ എക്സാം? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചോദിക്കും? When is your exam? When is, അവിടെ നമ്മൾ ഈസ് ആണ് ഉപയോഗിക്കുന്നത്. എക്സാം എപ്പോഴാണ് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. When is your exam? അപ്പോ നമ്മൾ ഓരോ കാലങ്ങളിലും നമുക്ക് ഇതുപോലെ ഡു ഉപയോഗിച്ചും ഡസ് ഉപയോഗിച്ചും ഈസ് ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ്. അതായത് നമ്മൾ ഈ കാലം ഏത് കാലത്തിലാണ് നമ്മളിപ്പോ പറഞ്ഞതെന്ന് അറിയാമല്ലോ? പ്രസന്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളിലാണ്. ഇപ്പോഴത്തെ കാര്യങ്ങൾ നമ്മൾ ചോദിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രയോഗങ്ങൾ ഇവിടെ നമ്മളിപ്പോ പ്രയോഗിച്ചത്. ഓക്കെ, അതുപോലെ തന്നെ ഇന്നലെ നടന്നിട്ടുള്ള ഒരു കാര്യങ്ങൾ എപ്പോൾ നിങ്ങൾ പോയി എന്നുള്ളതാണെങ്കിൽ നമ്മൾക്ക് എങ്ങനെ ചോദിക്കാം? ഇത് തലേന്ന് നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഇന്നലെ എപ്പോഴാണ് പോയത്? എങ്ങനെയാ ചോദിക്കാത്? When did you leave yesterday? When did you leave yesterday? നിങ്ങൾ ഇവിടുന്ന് എപ്പോഴാണ് പോയത്? When did you leave yesterday? അതുപോലെ തന്നെ നമുക്ക് പല കാര്യങ്ങളും ചോദിക്കാം. ഇന്നലെ നീ എപ്പോഴാണ് ഭക്ഷണം കഴിച്ചത്? എങ്ങനെ ചോദിക്കുക? ഈസി അല്ലേ? ഒന്ന് പറഞ്ഞു നോക്കിയേ. യെസ്, when did you eat your food yesterday? നിങ്ങൾ ഇന്നലെ എപ്പോഴാണ് ഭക്ഷണം കഴിച്ചത്? കണ്ടോ? അപ്പൊ അതിന്റെ കൂടെ ഡിഡ് എന്നുള്ളത് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ പിന്നെയും നമുക്ക് ചോദിക്കണം, നീ എപ്പോഴാണ് കാറ് വാങ്ങിയത്? ഞാൻ ഈ കാറ് കണ്ടിട്ടില്ലല്ലോ, നീ എപ്പോഴാണ് ഈ കാറ് വാങ്ങിയേ? എങ്ങനെ ചോദിക്കാത്? യെസ്, when did you buy this car? നിങ്ങൾ എപ്പോഴാണ് ഈ കാറ് വാങ്ങിയത്? നിങ്ങൾ എപ്പോഴാണ് ഇവിടെ വന്നത്? ഞാൻ കണ്ടില്ലല്ലോ, നിങ്ങൾ എപ്പോഴാണ് ഇവിടെ വന്നേ? ഓക്കെ, when did you come here? നിങ്ങൾ എപ്പോഴാണ് ഇവിടെ വന്നത്? അപ്പോൾ ഈ സെന്റൻസുകളിൽ എല്ലാത്തിനും കൂടെ എന്താണ് ഉപയോഗിക്കേണ്ടത്? അവിടെ ഡിഡ് ഉപയോഗിച്ചാൽ മതി. എന്നിട്ട് വെന്നും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങൾ എന്ത് ചോദിക്കണമെങ്കിലും നിങ്ങൾക്ക് അതുപോലെ ആഡ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ ഇനിയത്തെ ഒരു കാര്യം ചോദിക്കണമെങ്കിലോ
നമുക്ക് അവിടെ വില്ല് ഉപയോഗിച്ചാൽ മതി അല്ലെ. അതായത് വരാൻ പോകുന്ന ഒരു പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം നമുക്ക് ചോദിക്കണമെങ്കിൽ നമുക്ക് അവിടെ വിൽ എന്നുള്ളത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഫ്യൂച്ചർ ആണ്. യെസ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ നമ്മൾ ചോദിക്കുക? നീ നാളെ എപ്പോ വരും? എങ്ങനെയാ ചോദിക്കുക? when will you come tomorrow? Okay, when will you come tomorrow? നീ നാളെ എപ്പോൾ പോകും? നീ നാളെ ഇവിടുന്ന് എപ്പോഴാ പോവാ? when will you leave tomorrow? അല്ലെ when will you go from here tomorrow? നിങ്ങൾ നാളെ എപ്പോഴാണ് ഇവിടുന്ന് പോകുന്നത്? അപ്പൊ ഇതിന്റെ എല്ലാത്തിനും കൂടെ എന്ത് ചെയ്താൽ മതി? വില്ലിന്റെ കൂടെ ആണെങ്കിലൊക്കെ അവിടെ when എന്നുള്ളത്, എപ്പോൾ എന്നുള്ളത് ചോദിക്കണമെങ്കിൽ അവിടെ നിങ്ങൾ when എന്നുള്ളത് പ്രയോഗിച്ചാൽ മാത്രം മതി. അപ്പോ ഇതിന്റെ ഒരു ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾക്ക് കൂടുതൽ എക്സാമ്പിൾസ് നെക്സ്റ്റ് വീഡിയോസിലൂടെ നമ്മൾ ഇനിയും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കി വേറെ ആർക്കെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. കാരണം ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന വീഡിയോസ് ആണ്. അതുകൊണ്ട് തന്നെ അത് പലർക്കും ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾക്ക് അതേപോലെ തന്നെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. നമ്മൾ അത് കഴിയുന്നത് പോലെ നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതുമായിരിക്കും. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം അടുത്ത WH ക്വസ്റ്റ്യൻസുമായിട്ട്.